മുതൽ തന്നെ ദൗത്യം അനിശ്ചിതത്വത്തിൽ എന്ന റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഈശ്വർ മാൽപേ സംഘം പല തവണ ശ്രമം നടത്തി പിൻവാങ്ങിയതോടുകൂടിയാണ് ഈ മിഷൻ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നത്. നേരത്തെ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അങ്ങനെ ഒരു താൽക്കാലികമായി നിർത്തിവെക്കാൻ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലായിരുന്നു മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിലുള്ള അമർഷവും പ്രതിഷേധവും അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഔദ്യോഗികമായി തങ്ങളെ അറിയിച്ചിട്ടില്ല, പക്ഷേ മിഷൻ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന തരത്തിലുള്ള സാഹചര്യമാണ് ഉള്ളത് എന്നത് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. തെരച്ചിൽ അവസാനിപ്പിക്കരുത് എന്ന് മുഖ്യമന്ത്രി കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. സിദ്ധാരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുകയാണ്. ടി ജെ സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, നമ്മൾ ഈ മിഷൻ തുടങ്ങുമ്പോൾ കണ്ടതാണ് ഇതൊരു കേരള കർണാടക വിഷയമായും രാഷ്ട്രീയ വിഷയവുമായൊക്കെ രൂപപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം രക്ഷാദൌത്യം സജീവമാവുകയും ഏറെ പ്രതീക്ഷ നൽകുന്ന പല ഘട്ടങ്ങളും കടന്നു പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വീണ്ടും നിരാശയാണ്. മിഷൻ നിർത്തിവെക്കുന്നു താൽക്കാലികമായി എന്ന വാർത്തകൾ അവിടെ നിന്ന് വരുന്നു. അതിന് പിന്നാലെ വീണ്ടും മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു, കത്തയച്ചിരിക്കുന്നു. രാഷ്ട്രീയ വിഷയമായി ഇത് വീണ്ടും മാറുകയാണോ? വലിയ പ്രതിസന്ധിയാണ് രാഷ്ട്രീയപരമായി തന്നെ ഇരു സർക്കാരുകൾക്കും മുന്നിലുള്ളത്. കാരണം ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും പ്രതിസന്ധി, ദൗത്യം നിർത്തിവെക്കുന്നതിലും പ്രതിസന്ധി. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതാണ് വെല്ലുവിളി ഉയർത്തുന്നത്. കേരളം തങ്ങളുടെ നിലപാട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. അനിശ്ചിതത്വം മാറ്റണം, ഒപ്പം ഇതിൽ പോസിറ്റീവായ ചില റിസൾട്ട് ഉണ്ടാവുന്നത് വരെ ദൗത്യവുമായി മുന്നോട്ട് പോകണമെന്നതാണ് കർണാടക സർക്കാരിനോട് മുഖ്യമന്ത്രി ഇപ്പോൾ രേഖാമൂലം തന്നെ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കത്ത് സിദ്ധരാമയ്യയ്ക്ക് കൈമാറുകയും ചെയ്തു. കേരളം ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നിർത്തിവെക്കാൻ അനുവദിക്കില്ല, അത് കേരളത്തിന്റെ നിലപാട് അങ്ങനെ ആയിരിക്കില്ല എന്നതാണ് പറയുന്നത്. അതേസമയം കർണാടക സർക്കാരിന് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെ സംബന്ധിച്ച് കടുത്ത വെല്ലുവിളിയാണ്. കാരണം ദുഷ്കരമായ സാഹചര്യമാണ്. മനുഷ്യസാധ്യമായ വഴികളെല്ലാം ഇപ്പോൾ തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞു. റോഡിൽ വാഹനമുണ്ടെന്ന് കരുതി അവിടുന്ന് മണ്ണുമാറ്റിയുള്ള പരിശോധന നടന്നു. കഴിഞ്ഞ 13 ദിവസങ്ങളായി നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ അവിടെ വെള്ളത്തിൻ ഉള്ളിൽ മുങ്ങിപ്പരിശോധന സാധ്യമല്ല എന്നൊരു ഘട്ടം വരെ എത്തിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യമാണ് അവർക്ക് മുന്നിലും ഉണ്ടാകുന്നത്. ഇതൊരു പ്രതിസന്ധിയായി മാറുകയാണ്. എന്തായാലും കേരളം മുന്നോട്ട് വെച്ച ആവശ്യത്തോട് അനുകൂല നിലപാട് തന്നെ സിദ്ധരാമയ്യ സർക്കാരും സ്വീകരിക്കാൻ തന്നെയാണ് നിലപാട്. പ്രത്യേകിച്ച് അവർ അന്വേഷണം, ഈ തെരച്ചിൽ നിർത്തിവെച്ചാൽ സ്വാഭാവികമായും അത് രാഷ്ട്രീയ പ്രതിസന്ധി കേരളത്തിലടക്കം പ്രതിഫലനം ഉണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും തീരുമാനം. പക്ഷേ പണ്ടത്തെ അത്ര, നേരത്തെ ഉണ്ടായിരുന്ന അത്ര വേഗതയിൽ ചടുലമായ ചില നീക്കങ്ങൾ ഇനി അങ്ങോട്ട് ഉണ്ടാകുമോ എന്ന ആശങ്ക സ്വാഭാവികമായും നമുക്ക് സംശയിക്കാം. കാരണം പൊതുവിൽ സാധ്യത കൽപ്പിച്ചിരുന്ന ഇടങ്ങളെല്ലാം, അത്തരം സാധ്യതകളെല്ലാം അടഞ്ഞ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. മാത്രമല്ല പുഴയിലെ ഒഴുക്ക് നിയന്ത്രിച്ചാൽ മാത്രമേ ഇനി മുങ്ങി പരിശോധന സാധ്യമാവുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു സാധ്യതയില്ല താനും. പ്രത്യേകിച്ച് മൺസൂൺ കാലമാണ്. ഈ കാലഘട്ടത്തിൽ നദിയിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കും, അടിയിൽ ഒഴുക്ക് ശക്തമാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ മുങ്ങിപ്പരിശോധന അസാധ്യമാണ് എന്നതാണ് മുന്നിലുള്ള വഴി. ഇതിനപ്പുറം മറ്റെന്തെങ്കിലും മാർഗം തേടൽ ഉണ്ടാകുമോ എന്നുകൂടി പ്രധാനപ്പെട്ടതാണ്. രാവിലെ മാധ്യമങ്ങളെ കണ്ട പ്രദേശത്തെ MLA വിശദീകരിച്ചതുപോലെ അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബാർജ് കൊണ്ടുവന്ന് സ്ഥാപിച്ചുകൊണ്ട് നദിയിലെ കുത്തൊഴുക്കിന് നിയന്ത്രണം വരുത്താൻ കഴിയുമോ? മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്ത അനുഭവമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അവിടെ വെല്ലുവിളിയാവുന്നത് ഈ പുഴയിലേക്ക് ബാർജ് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന സാഹചര്യമുണ്ട്. അതൊരു വെല്ലുവിളിയായി തന്നെ അവശേഷിക്കുന്നു. അതുകൊണ്ട് അത്തരം കൃത്രിമമായ നിയന്ത്രണ മാർഗങ്ങൾ അസാധ്യമെന്ന് തോന്നിക്കുന്നതാണ് നിലവിലുള്ള സാഹചര്യം. അതുകൊണ്ട് മുങ്ങിപ്പരിശോധന സംബന്ധിച്ച് ഇനി എങ്ങനെ ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നതായിരിക്കും. എന്തായാലും രാഷ്ട്രീയ ഇടപെടലുകൾ, സമ്മർദ്ദം കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട്. സജിത്ത് തുടരുക. ഇപ്പോൾ വിനേഷ് കുമാർ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, കേരളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ 3-4 ദിവസമായി നടന്നു വന്ന പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടത്. പക്ഷേ ഇപ്പോൾ വലിയ നിരാശയാണ്. ഒരുപക്ഷെ പൂർണ്ണമായും അല്ലെങ്കിൽ ഈ ദൗത്യം നിർത്തിവെക്കുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ രൂപപ്പെട്ടിരിക്കുന്നു. എന്താണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം? കേരളം എതിർപ്പറിയിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ തന്നെയുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ എതിർപ്പ് പറഞ്ഞതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നു. ദൗത്യം തുടരാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? എന്താണ് അവിടെ ദൗത്യം തുടർന്നു പോകുന്നതിൽ ഏറ്റവും വെല്ലുവിളിയായി തുടരുന്ന ഘടകങ്ങൾ? എന്തായാലും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MLA-മാരുടെ ഒരു അടിയന്തര യോഗം ഇവിടെ IB-യിൽ ചേരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. MLA-മാരുൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ വാഹനം. എന്തായാലും ഇതിൽ എന്ത് തീരുമാനമെടുക്കാം, എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും